കാടിനോട് ചേർന്നുള്ള ആ ചെറിയ കുടിലിൽ അച്ഛനും അമ്മയും ചേച്ചിക്കുമൊപ്പം സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഒരു കുട്ടിക്കാലം അവനുണ്ടായിരുന്നു. വാ മോനെ, വേഗം വാ. ഒരു ദിവസം കാട്ടുപാതയിലൂടെ നടന്നു പോവുകയായിരുന്ന അമ്മയെയും ചേച്ചിയെയും ആ നാട്ടിലെ ക്രൂരനായ തമ്പുരാൻ വഴിയിൽ വെച്ച് കണ്ടു. ആഹാ, ഈ കാട്ടുപൂക്കൾ ഇത്രയും കാലം എന്റെ കണ്ണിൽ പെടാതെ പോയല്ലോ. ഇവരെ എനിക്ക് വേണം. തമ്പുരാന്റെ കൽപ്പന കേട്ട് അവന്റെ ഗുണ്ടകൾ ആ പാവപ്പെട്ട കുടിലിലേക്ക് പാഞ്ഞെടുത്ത് അവരുടെ കൈകളിൽ മാരകായുധങ്ങളുണ്ടായിരുന്നു. തമ്പുരാൻ പറഞ്ഞ് കേട്ടല്ലോ, മര്യാദയ്ക്ക് ഇറങ്ങി വന്നാൽ ആയുസ് കിട്ടും. തന്റെ കുടുംബത്തെ തൊടാൻ വന്ന ഗുണ്ടകളെ അച്ഛൻ സർവശക്തിയെടുത്ത് തടഞ്ഞു. പക്ഷേ അധർമ്മത്തിന് ആ പാവത്തിന് തോൽക്കേണ്ടി വന്നു. എന്റെ കുടുംബത്തെ വിട്ടേക്ക്, അവരെ ഉപദ്രവിക്കരുത്, ദൈവമേ ഇവരെ രക്ഷിക്കണേ. തന്റെ കൺമുന്നിൽ വെച്ച് ജന്മിമാരുടെ ഗുണ്ടകൾ തന്റെ അമ്മയെയും സഹോദരിയെയും ഉപദ്രവിക്കുന്നത് യുവ ഓടിയാൻ കണ്ട് അത് അവന്റെ മനസ്സിനെ വല്ലാതെ പൊള്ളിച്ചു. കരഞ്ഞുകൊണ്ട് ആ കൊച്ചു ബാലൻ കാടിന്റെ ഇരുളിലേക്ക് ഓടി മറഞ്ഞു. അവിടെ പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഭയപ്പെടുത്തുന്ന രൂപമുള്ള ഒരു വൃദ്ധനെ അവൻ കണ്ടുമുട്ടി. നിന്റെ ഉള്ളിലെ പകയാണ് നിന്റെ കരുത്ത്. ഈ ഇരുട്ടിനെ നിനക്ക് കൂട്ടുകാരനാക്കണോ? വർഷങ്ങൾ കടന്നുപോയി. ഗുരുവിന്റെ ശിക്ഷണത്തിൽ അവൻ ഇരുട്ടിന്റെ കലകൾ അഭ്യസിച്ചു. അവൻ വെറുമൊരു മനുഷ്യനല്ല, ഒടിയനായി മാറി. അന്ന് പകൽ വെളിച്ചത്തിൽ അവരെ തറവാട്ടിലേക്ക് പിടിച്ചുകൊണ്ടുപോയ അതേ തമ്പുരാന്റെ മുന്നിലേക്ക് രാത്രിയുടെ നിഴലായി അവനെത്തി. ആരാത്? ആരാ അവിടെ? ഗുണ്ടകളെ ഓടി വരണേ, എന്തോ ഒന്ന് പുറത്തുണ്ട്. വാതിലുകൾ തകർന്നു വീണു. തമ്പുരാന്റെ അന്തകനായി ഇരുട്ടിന്റെ പുത്രൻ ഒരു കൂറ്റൻ കാട്ടുപോത്തിന്റെ രൂപത്തിൽ അകത്തേക്ക് പാഞ്ഞു കയറ്റി. ദൈവമേ, ഇതൊരു മൃഗമല്ല, ഇത് ഒടിയനാണ്. എന്നെ കൊല്ലല്ലേ, എന്നെ രക്ഷിക്കണേ. മൃഗത്തിന്റെ രൂപം മാറി അവൻ തന്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തി. തമ്പുരാന്റെ അന്തകനായി ഒടിയൻ അവന്റെ മുന്നിൽ നിന്നു. നിന്റെ അഹങ്കാരത്തിൽ നീ അന്ന് ചവിട്ടിമെതിച്ചത് എന്റെ കുടുംബത്തെ. നീതിയുടെ അവസാന പ്രഹരം. തമ്പുരാന്റെ അഹങ്കാരം ആ മണ്ണിലൊടുങ്ങി. നീതി നടപ്പിലാക്കി അവൻ വീണ്ടും കാടിന്റെ നിഗൂഢതകളിലേക്ക് മടങ്ങി. ഒടിയൻ, ഇരുട്ടിൽ ജനിച്ചവൻ ഇരുട്ടിൽ മറഞ്ഞു.